ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകത്തുള്ള ഒരു മേഖല യഥാർത്ഥത്തിൽ മരണത്തെ എങ്ങനെ അതിജയിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി നിരവധി ശാസ്ത്രജ്ഞന്മാർ കോടിക്കണക്കിന് രൂപ മുടക്കി ആ ഒരു രംഗത്ത് ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശാസ്ത്ര മേഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ക്രയോണിക്സ് എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്ര മേഖല. എന്താണ് അതിലൂടെ അവർ ചെയ്യുന്നത്? അതായത് അതിലൂടെ അവർ മരണപ്പെട്ട ആളുകളെ ഭാവിയിൽ പുനർജീവിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി മനുഷ്യന്റെ ശരീരം ഒരു പ്രത്യേക രൂപത്തിൽ ആ ഡെഡ് ബോഡി അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ക്രയോ പ്രിസർവേഷൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. അതായത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരണപ്പെട്ട ആളുകളുടെ ശരീരത്തിലുള്ള മുഴുവൻ ബ്ലഡ് മാറ്റിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള കെമിക്കൽ അതിൽ അവരുടെ ശരീരത്തിൽ ഫില്ല് ചെയ്ത് അതിനുശേഷം ലിക്വിഡ് നൈട്രജൻ എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകത്തിൽ അവരുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, അടുത്ത് വളരെ വാർത്താ പ്രാധാന്യം ലഭിച്ച ഒരു ന്യൂസ്, ഒരു സംഭവം നമ്മൾ വായിക്കേണ്ടത്. അതായത് ഒരു യുവതി അവര് ബ്രെയിൻ ക്യാൻസർ വന്ന് മരണപ്പെട്ട സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ അവരുടെ ശരീരം ഇതേ രൂപത്തിൽ അവർ സൂക്ഷിക്കാൻ വേണ്ടി ആ ലാബിന് കൈമാറിയതായിട്ടുള്ള ഒരു വാർത്ത, വളരെ പ്രാധാന്യം നേടിയ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അവര് ആ ഒരു ശരീരം, തന്റെ മൃതശരീരം അവരെ എഴുതി കൊടുക്കണം ഈ ഒരു ലാബിന് വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ശാസ്ത്രലോകം ബ്രെയിൻ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തുകയാണെങ്കിൽ തനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇതേ രൂപത്തിൽ ഡെഡ് ബോഡി കൊടുക്കാൻ അവർ സന്നദ്ധമാകുന്നത്. ഇതേ രൂപത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് സൂക്ഷിക്കപ്പെട്ട നിരവധി മൃതദേഹങ്ങൾ അവരുടെ ലാബിലുണ്ട്. ഇപ്പൊ രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലമായിട്ട് സൂക്ഷിക്കാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അവയെ റീഅനിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവയെ രണ്ടാമത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. അത് കഴിയുമെന്ന പ്രതീക്ഷയിൽ ശാസ്ത്രലോകത്ത് തലപൊകഞ്ഞ് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ രംഗത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ സൂക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങളെല്ലാം തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതിൽ ഒരു സംശയമില്ല. കാരണം അവർ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവർ പറയുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാലു യാ വൈലനാ മൻ ബഅസ്നാ മിൻ മർഖദിനാ ഹാദാ. ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ എഴുന്നേറ്റ് വരാന്ന് മാത്രം. സൂറത്തു യാസീൻ. അതായത് ആ മൃതദേഹങ്ങൾ അവർ ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും, എന്റെ നാശമേ, ഈ ഉറക്കിൽ നിന്നും ആരാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്? അത് പറഞ്ഞുകൊണ്ടായിരിക്കും അവര് രണ്ടാമത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. സുബ്ഹാനല്ലാഹ്. ഏതായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അതിജയിക്കുക എന്നുള്ളത് മനുഷ്യന് സാധ്യമല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ. അപ്പൊ മനുഷ്യന് മാത്രമല്ല, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും പ്രപഞ്ചവും നശിക്കും എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു ശാസ്ത്ര യാഥാർത്ഥ്യമാണ്. അപ്പൊ പ്രപഞ്ചം നശിക്കും എന്നുള്ളത് ശാസ്ത്രലോകം കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെ നശിക്കും, എന്തുകൊണ്ട് നശിക്കും എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു ധാരണ ഇതുവരെ ശാസ്ത്രലോകത്തിനില്ല. ഇന്നും നിരവധി പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രപഞ്ചനാശവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര മേഖല.